ഞാൻ വല്ലോം വിളിച്ച് പറയും. കാരണം വല്യോന്റെ വണ്ടി വല്യോന്റെ കൊണ്ട് കൊടുത്ത് വല്യോന്റെ അടുത്ത് പൈസ മേടിച്ച് അവന്റെ വായിരിക്കണ കേട്ട് അണ്ണ അവൻ വന്ന് ചൊറിഞ്ഞണ്ണാന്നും പറഞ്ഞ് കൊണ്ട സ്പീക്കർ സിറ്റുവേഷൻ എടുത്ത് ഇനി ഇവിടെ പറ്റൂല. മനസ്സിലായ? അന്ന CID വിളിച്ചു വെച്ചു. CID ഒന്നും പാവങ്ങള് അവന്മാരാണ് നമ്മളെ വിളിച്ചിട്ട് ചോറ്. ജങ്കൂക്കില്ല ജങ്കൂക്ക് ഏരിയ പോവാൻ പറയടേ. ആ മൊണ്ണാളെ പോലെ ആ തീട്ടങ്ങൾ അടിച്ചിട്ട് എന്തിനു കിട്ടാൻ പോണത്? നമ്മളൊന്നും ചെയ്തില്ല. അവൻ വിളിച്ചിട്ട് നമ്മളെ അടുത്ത് ചൊറിയണം ഫോൺ വിളിച്ചിട്ട്. ജങ്കൂക്ക് ഒരു കാര്യമില്ല, വെറുതെ വിളിച്ചിട്ട് ചൊറിയണം. അവനല്ലേ ഈ ഇടയ്ക്ക് വന്ന് ചൊറിഞ്ഞത് സർക്കണം നിന്നപ്പ. അണ്ണ എന്തിന് ഇത് അടിക്കാൻ പോയാ? സംസാരിച്ചാൽ അണ്ണാക്കി കൊടുത്തിട്ട് തിരിച്ചു വിട്ടില്ലേ? നിനക്കൊന്നും തിരിച്ച് സംസാരിക്കാൻ പറ്റൂലേ? എടാ റേഡിയോ ഒരു മിനിറ്റ്. എടാ നമ്മള് സംസാരിച്ച് വിട്ടവന തിരിച്ച് സംസാരിച്ച് വിടറാ. ഇത് തീട്ട കേസാണ് ഇതൊക്കെ. സംസാരിച്ച് വിട്ടവന്റെ അനോണിമസ് ഇട്ടേക്കുന്നുണ്ടാ? എന്തോന്ന് ഇട്ടേക്കണ? കണ്ടാ സുഖമല്ലേ? നമുക്ക് സുഖമാണെന്ന് പറഞ്ഞിട്ട് തീർന്നില്ല പ്രശ്നം. ആ നിനക്ക് സുഖം അല്ലെങ്കിൽ സുഖം അല്ലെന്ന് ഇട്. അപ്പൊ അവൻ ചോദിക്കും വേണോ സുഖം വേണോന്ന് ചോദിക്കും. ഇതൊക്കെ തന്നെ പ്രശ്നം തുടങ്ങണത്. എടാ ഒരു തന്തയില്ലാത്തവനായോണ്ടാണ് അവൻ അനോണിമസിൽ ഇട്ടത്. മനസ്സിലായ? പേര് പോലും റിവീൽ ചെയ്യാൻ വയ്യാത്തോണ്ടാണ്. അപ്പൊ അതിനൊക്കെ റിപ്ലൈ എടുക്കാൻ പോണ എന്തിനാണ്? അവൻ എന്റെ അടുത്ത് പറഞ്ഞ വണ്ടി എടുത്ത് പുഴുങ്ങി തിന്നെന്ന അണ്ട് കോള് കട്ട് ചെയ്ത് പോയിരിക്കണം. എന്തിന് പറയവനേക്ക വണ്ടി എടുത്ത് പുഴുങ്ങി തിന്നാനാ? ആ വണ്ടി എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബ്രോ ഇവിടെ നിങ്ങളുടെ ഗ്യാങ്സിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് വെക്കാൻ ബ്രോ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. നമ്മള് വിചാരിച്ച് CID വിചാരിച്ചിട്ട് നമ്മളെന്തൊരു വണ്ടി സപ്ലൈ ആൾക്കാരാ? അവന്റെയൊക്കെ തീട്ട വണ്ടി കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. നാളെ നമ്മുടെ കാർണേജ് എണ്ണ ആരെയും കത്തിപ്പോയപ്പോ അവിടെ നടുറോട്ടിട്ട് ഗ്യാങ് നമുക്ക് കൊണ്ടുവന്നില്ല എണ്ണ. എടാ അത് സിറ്റിസൺസ് അല്ലേ കൊണ്ടുവരാ? അല്ലെങ്കിൽ വിളിച്ച് ആരെങ്കിലും വന്ന് വിളിച്ച് പറയാം ഹലോ ബ്രോ ഇതേപോലെ വണ്ടി കിടക്കണ് എന്ന് വിളിച്ചു പറഞ്ഞ വിളിച്ചു പറയാൻ വേണ്ടി നമ്പർ ഇട്ടത്. ആ എന്നിട്ട് അവരെന്തിനു ജങ്കൂക്ക് വിളിച്ചു. ജങ്കൂക്ക് വിളിക്കണേനവരും ജങ്കൂക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ എന്തൊരു പറഞ്ഞേ? CID വണ്ടി ഉണ്ടാന്ന് വെച്ചാ പറഞ്ഞ ആ ബ്രോ ഉണ്ട്. നമ്മള് CID എന്ന് പറഞ്ഞ സംസാരിച്ചാ എങ്കിൽ ഉണ്ടെങ്കിൽ പോയി പുഴുങ്ങി തിന്നു. എന്നിട്ടാണ് വേറൊരുത്തനും വിളിച്ച് അത് കഴിഞ്ഞ് CID പ്രോസസിന്റെ വോയിസ് ചേഞ്ച് ചെയ്തെടുത്ത് വണ്ടിയും ബോട്ടും മേടിച്ചിടാൻ ഒന്നും വേണ്ട. നിനക്ക് 4 കോടി ഉണ്ടെങ്കിൽ സെറ്റാണ്. ഒരു 4 കോടി ഉണ്ടെങ്കിൽ സെറ്റാണ്. ലീവ് എടുത്തോണ്ട് മാത്രം വന്നേ പണിക്ക് പോവാ. സെന്റ് ഒന്നും അടിക്കണ്ട. നീ കേറ് വണ്ടി കേറ്. വണ്ടി കേറ്. കേറാ വണ്ടിയില്. കേറാ കേറാ വണ്ടി കേറാ. വണ്ടി കേറാ കേറാ. അയ്യേ സ്പീഡ് നിനക്ക് എന്നോരം തുടങ്ങി ഈ പിണക്കൊക്കെ. കേറാ വണ്ടിയില്. അണ്ണ സ്പീഡിന്റെ അടുത്ത് മണല് കുത്തെന്നൊക്കെ പറഞ്ഞ പോയി ഇരുന്ന് കുഴി കുത്തുന്നൊക്കെ. ആര് പറഞ്ഞ? അവന്മാര് ആര് പറഞ്ഞ? ഇവിടെ നിനക്ക് നൊന്താ? ഇല്ലേ നിനക്ക് നൊന്തില്ലേ? അപ്പം അവൻ പറഞ്ഞത് സത്യം സത്യം ആരാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാരാ പറഞ്ഞത് നിന്റെ അടുത്ത്? അതറിയില്ല. നമുക്കറിയാന്ന ആരാന്ന്. ആര്? നിങ്ങൾക്ക് അറിയാന്നുള്ള ആരാ അത്? പക്ഷെ അവര് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിച്ച സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി നമുക്ക് ആരാക്കിയത്. ആരാ അത്? പറ. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേ മൊണ്ണകള് അവര് 3 എണ്ണം. ഇവന്മാർക്ക് 3 കടി തന്നെയല്ലേ? അപ്പം വെയിറ്റ് ഇവന്മാരവിടെ മുതുകിലുണ്ടോ? ജങ്കൂക്ക് കണ്ട സീസണിൽ വെടിവെക്കണ ഒരു തരും കണ്ട. ഇതൊക്കെയാണ് പ്രശ്നം. ഞങ്ങളിങ്ങനെ കാണിക്കുന്നില്ല. സത്യം അണ്ണ കണ്ട ഇതൊക്കെ എന്ത് കണ്ണ. ഞാനാണ് ഈ പിങ്ക് മുടി ആദ്യം തൊട്ടിട്ടുള്ളൂ. ബ്രോ ഈ നീല മുടി ഞാൻ വെച്ചത്. ആ അത് ശരി. ആദ്യമായിട്ട് വന്നപ്പോ തൊട്ട് വെച്ചാന്നേ ബ്രോ ഞാൻ ഇതിന്റെ നീല. ജൻകുക്കടേ നിന്റെ അടുത്ത് നേരത്തെ സർക്കണം വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ അടുത്ത് നിനക്കെന്താ പ്രശ്നം? നീ വന്ന് നീ എന്ത് ഇവിടെ ടിവിയിലെ പിള്ളേരെ കാണുമ്പോ ചൊറിയണ എന്തിനാണ് നിനക്ക്? എപ്പം ചൊറിഞ്ഞ്? ഞാൻ ഇന്ന് കണ്ടിട്ടില്ല ആൾക്കാരെ. ചൊറിഞ്ഞിട്ടില്ലേ ഉണ്ടോന്നാണ് എന്റെ ചോദ്യം. നീ മറ്റേ നിന്റെ അമ്പി കളിയൊന്നും ഇവിടെ എടുക്കണ്ട. എന്തോന്ന്?
ഇന്ന് ആരും കണ്ടിട്ടില്ല. നിന്റെ പേര് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ആരെങ്കിലും ഡ്രാഗ് ചെയ്തു, പിന്നെ എന്തിനാ നീ ആവശ്യമില്ലാതെ ഇവരുടെ അടുത്തൊക്കെ വന്ന് ചൊറിയേണ്ട ആവശ്യം തരാം നിന്റെ കൂട്ടത്തിലുള്ള ആരെടുത്ത് ചൊറിഞ്ഞ് എന്തോടാ കാര്യം പറയടാ നേർച്ചോ ഇപ്പൊ നിന്നെ വിളിക്കുന്നത് സായിപ്പ് എന്തോ കാര്യം ഇവന്റെ അടുത്ത് ഇവന്റെ അടുത്ത് വണ്ടി പുഴുങ്ങി തിന്നാൻ പറഞ്ഞു. എടാ നീ CID-യുടെ വണ്ടി കൊടുക്കണേ നിനക്ക് എന്താണ്? നിനക്ക് അതിൽ വിളിച്ചിട്ട് പുഴുങ്ങി തിന്നാൻ പറയേണ്ട ആവശ്യം എന്താണ്? അനോണിമസ് ഇട്ടല്ലേ, ആരറിയാനാ? അപ്പൊ നീ സമ്മതിച്ച നീ ആണെന്ന് കേട്ടാ. അതെ, അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? മറ്റേ വോയിസ് അനോണിമസ് അല്ലേ, അപ്പൊ വെറുതെ വിളിച്ച. എടാ എന്തിന്റെ ആവശ്യമാണോ? നിന്റെ വണ്ടിയാണോ? നീയാണോ CID-യിലുള്ളതാണോ നീ? അല്ല, അനോണിമസ് അല്ലേ, അതിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കാലോ, കുഴപ്പമൊന്നുമില്ല. അനോണിമസിലാണോ ഇട്ടല്ലേ പ്രശ്നം. ഒരു മിനിറ്റ്. എനിക്കറിയില്ല നിങ്ങൾ TV ആൾക്കാരെ അറ്റ്ലീസ്റ്റ് നിനക്ക് വിളിക്കാൻ നീ അറ്റ്ലീസ്റ്റ് നിനക്ക് വിളിച്ചിട്ട് ചോദിച്ചൂടെ ഇതാരാണെന്ന്? ചോദിച്ചു, ആരാണെന്നും പറഞ്ഞില്ല. CID ആണെന്ന് ചോദിച്ചു, CID ആണെന്ന് പറഞ്ഞു. നീ CID ആണോ? അല്ല, പിന്നെന്തിനാ CID ആണെന്ന് പറയണേ? തമാശയല്ലേ? എന്ത് തമാശയാടാ? എന്ത് തമാശയാണല്ലേ ഇരിക്കുന്ന? ഒന്ന് പറഞ്ഞു തരൂ. എന്നാ എന്നിട്ട് സ്നൈപ്പിന്റെ അടുത്ത് കുനിഞ്ഞു നിൽക്കാനാണ്ട് പറഞ്ഞവൻ. ഞാൻ എന്റെ ദൈവം, ഞാൻ അങ്ങനെ പറഞ്ഞില്ലടാ, പച്ചക്കളം പറയരുത്. നീ എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളും കൂടി വിളിച്ചായിരുന്നല്ലോ, ഒരാളും കൂടി വിളിച്ചില്ല. അത് സത്യമായിട്ട് പറ, അത് ആരാ വിളിച്ച? നേരത്തെ നിങ്ങളുടെ കൂടെ ഒന്നല്ലേ മറ്റേ? വോയിസ് ഇട്ടത് ആരായിരുന്നു? അല്ല, അവൻ വോയിസ് ചെയ്തിട്ടായിരുന്നാ? എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ വിളിച്ചാ? ബെല്ലാരി ഇവിടെ വിളിച്ചാ? രക്ഷിക്കടാ. ബെല്ലാരി വിളിച്ചോ ഇവിടെ ആരെങ്കിലും? നിങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പോയി മനസ്സിലായില്ല സൗണ്ട്? അവനിവിടെ തന്നെ ഉണ്ട്. അവനായിപ്പോ മറ്റേ അനോണിമസിന്റെ നമ്പർ ചോദിച്ചോ ജുങ്കുക്ക് എവിടെയാണെന്നുണ്ട്. അവനായിട്ടുള്ള ബന്ധം ഞാൻ വിട്ടു, അറിയോ? ഒരു ആവശ്യമില്ലാതെ ഞാൻ പണിക്ക് പോയായിരുന്നു, അറിയോ? അവനാണ് എന്നെ. അവനാണ് നിന്നെ? അല്ല ഞാൻ ചോദിക്കട്ടെ, സ്പീഡിനെ വിളിച്ചിട്ട് നീ എന്തൊരു മറ്റേ മണ്ണ് കുത്താൻ പറഞ്ഞ എന്തിനാ? ആരാണത്? അടിച്ചു കീറും. നിന്റെ ഗ്യാങ്ങിലുള്ള ഏവനാണെങ്കിൽ അങ്ങനെ പറഞ്ഞ അടിച്ചു കീറും. കടല മനസ്സിലായോ? പിന്നെ ആരാ പറഞ്ഞ? ആരാ പറഞ്ഞത്? പേര് അറിഞ്ഞൂടാ. അവന്റെ പഴയ സിറ്റിയിലൊരു വിസാടായിരുന്നു. ഇവിടുത്തെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എവിടത്തെ പേര് നിനക്ക് അറിഞ്ഞൂടാ? എടാ ഞാൻ നിന്റെ അടുത്ത് ഒന്നും കൂടി പറയാം. നിനക്ക് ഗ്യാങ് ആയിട്ട് ചൊറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് ചൊറി, ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് TV വന്ന് ചൊറി. വെറുതെ നിന്റെ പേര് നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്യുന്നില്ല, മനസ്സിലായോ? അന്ന് നിന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലായി, നിനക്ക് മനസ്സിലായെന്നുള്ള രീതിയിൽ വിട്ടിട്ടുണ്ട്. അനോണിമസിൽ ആരും വിളിക്കാൻ പാടില്ലേ? എടാ അനോണിമസിൽ നീ ആരാന്ന് വെച്ച വിളിച്ചോ. പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് നീ PID ആണെന്നോ മറ്റേതാണെന്നോ പറഞ്ഞ് വേറെ സിറ്റുവേഷൻ നീ വല്ല എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ആയിട്ട് തരുന്ന വാണിംഗ് ആണ് നിന്റെ അടുത്ത്. നീ ആയിട്ട് ഇവിടെ ആർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. ഇനി നീ ചുമ്മാ ഇന്ന് TV-യിലുള്ള പിള്ളേരെ അടുത്ത് ചൊറിയാൻ വേണ്ടിട്ട് നീ വന്ന് അനോണിമസ് നീ ആരെ വേണം പോയി ചോദിച്ചോ. TV-യിലുള്ളവരെ ആരുടെ ചൊറിയാൻ പറഞ്ഞ നീ CID ആണോ? നീ CID ആണോ? വിളിച്ചിട്ട് നീ CID ആണെന്നാണ്. പിന്നെ എന്തിനാ CID എന്ന് പറഞ്ഞ? നീ പറഞ്ഞത് നീ പറ. നീ CID ആണെന്ന് പറഞ്ഞതിന്റെ ആവശ്യം എന്താണ്? നീ CID ആണോ? നീ യഥാർത്ഥയിലല്ലോ ഉള്ളത്. CID-ക്ക് ഇല്ലാത്ത പ്രശ്നം ബ്രോയ്ക്ക് എന്താ ഇപ്പോ? CID-ക്ക് എടാ നിനക്ക് നീ എന്താണ് പറയണത്? നിനക്ക് ബോധം ഇല്ലേ? CID-യുടെ വണ്ടി വെളിയിൽ കിടക്കണ കണ്ടോണ്ട് CID-യുടെ വണ്ടി വിളിക്കാൻ വേണ്ടി CID കോൾ എന്ന് പറഞ്ഞപ്പോ നീ ആ കോളിൽ CID എന്ന് പറഞ്ഞ് വിളിച്ചാൽ നീ ആണോ അല്ലേന്നാണ് എന്റെ ചോദ്യം. അത് എന്തോ ആയിക്കോട്ടെ, അനോണിമസ് ചാറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വിളിച്ച് CID എന്ന് പറഞ്ഞ അതാര മിസ്റ്റേക്കാ? പിന്നെ നീ വന്നിട്ട് ഇങ്ങോട്ട് CID-ക്ക് ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്തിരുന്നതാണ്? അത് പറയണ്ട. നീ ആരാ? അവരെ വണ്ടി കിടക്കണോണ്ടല്ലേ വിളിക്കുന്നേ, ആണോ അല്ലേ? എന്നിട്ട് നീ രണ്ടാമത് മറുപടി പറഞ്ഞെന്താ? വണ്ടി എന്തോന്നാടാ സ്നൈപ്പ് പറഞ്ഞ? വണ്ടി പുഴുങ്ങി തിന്നാണ്. അതിന്റെ പറയേണ്ട ആവശ്യം എന്തിനാണ്? പിന്നെ നീ എന്തിനാ വിളിക്കണേ? CID ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആരാ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജങ്കുക്കായിരുന്നു, ആലോചിച്ച് നോക്ക്. നീ അനോണിമസ് ചാറ്റ് വന്ന് വിളിച്ചൂടെ, സംസാരിച്ചൂടെ? എന്തൊക്കെയാണ് പറയുന്നത്? നീ പറഞ്ഞ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അവിടെ നീ രണ്ട് ഗ്യാങ് ആയിട്ട് സിറ്റുവേഷൻ എടുത്തു. ഒന്ന് CID ആന്ന് പറഞ്ഞ് നീ വിളിച്ചത്, ഒന്ന് CID ആയിട്ട്. പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞു. എടാ നീ എന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കടാ നീ ചെയ്തത് എന്തിനാണെന്ന്. നീ ഇത് പറഞ്ഞ നിന്റെ സൈഡില് ന്യായം പറയാൻ നീ പറഞ്ഞതിൽ ഒന്നും ഇല്ല അവിടെ. ഇല്ല, എനിക്കറിയാം. ഇനി ഞാൻ ഇത്രേ പറയുള്ളൂ, നീ ചെയ്ത തെറ്റ് എന്താ? ഇനി മേല ഇത് ആവർത്തിക്കും. നിനക്ക് എന്തെങ്കിലും TV ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറ. എനിക്ക് TV ആയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട്.
എന്നാൽ നീ അങ്ങനെ പോണം, മനസ്സിലായ? അല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അകാർത്തയിലുള്ള ഒരു പയ്യൻ ചൊറിയുന്നു എന്നല്ലേ പറയുള്ളൂ, ആണോ അല്ലേ? ശരിയാ. ആ അപ്പൊ അത് ഇനി ചെയ്യാൻ പോലും. നിനക്ക് വേണം കളി അടിക്കണേ, വേറെ ആൾക്കാരടുത്ത് പോയി കളി അടിച്ചോ, എന്താന്ന് വെച്ചാൽ നീ അകാർത്തയിൽ ജങ്കൂക്ക് എന്ന് പറഞ്ഞ് നീ കളിയാക്കിയെങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കാൻ വരൂല. നീ സിഐഡിയിലുള്ള ഒരുത്തെന്ന് പറഞ്ഞിട്ടാണ് നീ പറഞ്ഞത്. അന്നാ കുനിഞ്ഞു നിന്നോന്ന് നീയാണ് പറഞ്ഞത്, മനസ്സിലായോ? നിന്റെ കൂടെ നീയും കൂടി ഇരുന്നിട്ടല്ലേ ചെയ്തത്? അല്ല, അവൻ ആദ്യം വിളിച്ചു, അവന്റെ കൂടെ ഞാൻ വിളിച്ചു. നിന്റെ കൂടെ ഉണ്ടായവനല്ലേ അവൻ? അതെ അതെ. എനിക്ക് അറിഞ്ഞൂടാ അവന് പണ്ട്. നിനക്ക് അറിഞ്ഞൂടാ, പിന്നെ എന്തിനാ അറിയാത്തവന്മാരെ കൂടെ പോണത്? അല്ല പണ്ടേ മറ്റേ നിനക്ക് വല്ലതും എടുക്കാനുണ്ട്, നീ നേരെ വാ, നമ്മള് റെഡിയാണ് എടുക്കാൻ, മനസ്സിലായില്ലേ? ഇത് ഇപ്പോഴും പറയുവാണ് എടുക്കണമെങ്കിൽ നേരിട്ട് വാ, ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ വരല്. പിന്നെ ഈ സിറ്റിസാനെ വെച്ചോണ്ട് എന്തിനാണ് നീ പറഞ്ഞത്? അവൻ ഗ്യാങ്ങിലുള്ളതാണോ? അവൻ ഗ്യാങ്ങിലല്ല, ക്ലബ്ബാന്ന് തോന്നുന്നു. അങ്ങനെ അപ്പൊ സിറ്റിസനെ വെച്ചോണ്ട് നീ എന്തിനാണ് സിറ്റുവേഷൻ എടുക്കാൻ പറഞ്ഞ ഗ്യാങ്ങിന്റെ അടുത്ത്? ബ്രോ സിറ്റിസൺ ഗ്യാങ്ങിന്റെ ഗ്യാങ് അറിയും കൂടി വിടുതിൽ ഉപ്പാണ്. ഇനി മേലാ വരരുത്, മേലാ വന്ന ഇനി ഇങ്ങനെ ഇരിക്കൂല, ഇത്രേ ഉള്ളു കഴിഞ്ഞു. ഇല്ലാത്ത കാര്യം. ഗുലാനെ ഇങ്ങോട്ട് വന്നേ, ഗുലാനെ സംസാരിക്കട്ടെ ഗുലാനോട്. ഇവന്റെ അടുത്ത് കയറാൻ പറഞ്ഞ റേഡിയോക്കകത്ത് സ്പീഡ് അയ്യോ ചെലവിട്ടില്ല. സ്പീഡിന് കയറാൻ പറഞ്ഞ, റേഡിയോ കയറാൻ പറഞ്ഞ. നിന്റെ കൂടെ ഉണ്ടാ ആരായിട്ടാണ് മാറ്? എടാ വിട്ടുകളാ, എത്രയുള്ള കേസേ ഉള്ളൂ, അല്ല വലിയ കേസൊന്നും ഇല്ല. പിന്നെ ഇതില് പൊളിയാൻ കാരണം സ്പീഡിന്റെ കേസൊക്കെ എടുത്തിടണം എന്തിനാണ്? മണ്ണിൽ പോയി മറ്റേ സംഭവം അതൊക്കെ ഓസി കാര്യങ്ങളല്ലേ, അതൊക്കെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല.